സരയുവാണെങ്കിലെ കാണാൻ വന്നേ. ആ അതെ, അവൻ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കോടാ. ആ മനോഹർ എന്റെ മോളും ഭാര്യയും കൂടെ ടെക്സ്റ്റൈൽസിൽ പർച്ചേസിന് പോയപ്പോ അവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന്. എടുത്തോണ്ട് പോയെന്നോ? അതെങ്ങനെ? എടാ, ടെക്സ്റ്റൈൽസിൽ കയറുമ്പോ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടാണല്ലോ മിക്കപ്പോഴും പെണ്ണുങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് അവൻ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. മോള് കണ്ടില്ല. പിന്നെ കുഞ്ഞിനെ തിരികെ കൊണ്ട് വെക്കുമ്പോഴും അവള് കണ്ടില്ല. അവനാണോന്നൊരു സംശയം തോന്നിയപ്പോഴാ അവള് ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ പരോളിൽ ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോ അവൾക്ക് ഉറപ്പായി കുഞ്ഞിനെ എടുത്ത് മാറ്റിയത് അവൻ തന്നെയാണെന്ന്. അവൻ എന്തായാലും നമ്മളൊക്കെ കരുതുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കുഞ്ഞിന്റെ പിന്നാലെ നടക്കുന്നത് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാങ്ങളെ. അങ്ങനെ തന്നെയാ എന്റെയും വിശ്വാസം. പ്രത്യേകിച്ചും അവൻ കിരണിന്റെ കല്യാണെ സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവന് ജീവിക്കണം. കിരണിനെ പോലെ കരുത്തനായ ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ പിന്നെ പേടിക്കണ്ടല്ലോ. അതായിരിക്കും അവൻ മനസ്സിൽ കാണുന്നത്. അവൻ അങ്ങനെ ചെയ്തത് വലിയ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അവള് അവൻ അകത്തേക്ക് വരുന്നത് വരെ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. പുറത്തിട്ട് അവനെ സരവ് തീർക്കട്ടെ. അങ്ങനെ തീർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ പേരിൽ അവള് ജയിലിൽ കിടക്കേണ്ടി വന്നാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനകത്തിട്ട് അവനെ ഞാൻ തീർക്കാൻ നോക്കുന്നത്. നമുക്കിനി എന്തായാലും ജയിലിൽ വിട്ടൊരു ജീവിതമില്ല. അപ്പൊ പിന്നെ അവനെ അങ്ങ് കൊന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ അവനൊരു പ്രത്യേക ധൈര്യം വന്നല്ലോ, അതുകൊണ്ടാ അവനൊരു മടിയും കൂടാതെ കുഞ്ഞിനെ പോയത്. സരവ് വന്ന സ്ഥിതിക്ക് അങ്കിൾ ഏതെങ്കിലും ഗുണ്ടകളുടെ നമ്പർ കൊടുക്കാത്ത എന്താ? അതൊക്കെ അവള് തേടി പിടിച്ചോളും. അവനൊന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുമായിരുന്നു അവള്. ഇപ്പൊ അവനായിട്ട് തന്നെ പുറത്ത് കിടന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു പരോള് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയില്ലോ അങ്ങളെ. ദേ ഇപ്പോഴെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നന്നായനെ. എങ്കിൽ നിനക്കും സരവിനൊപ്പം പോയി ചേരായിരുന്നു അല്ലേ? അല്ല, എനിക്ക് സരവിനൊപ്പം ചേർന്ന് ആ മനോഹരനെ കൊല്ലണമെന്നല്ല അങ്ങളെ. എനിക്ക് ചേരേണ്ടത് ഗംഗേനോടൊപ്പം. എന്നിട്ട് ഒരുത്തിയുടെ കല്യാണം മുടക്കണം. അവളെ അവളുടെ അമ്മയെ ഇല്ലാതാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. നമ്മുടെ ജീവിതം തകർത്തവരാരും സ്വസ്ഥമായിട്ട് ജീവിക്കരുത്. എനിക്കത്രയും. അതെ. എന്താ മാഡം? നേരത്തെ കുഞ്ഞിനെ കാണാതായിരുന്നല്ലോ. ആ സമയത്ത് ആരോ എടുത്തോണ്ട് പോയിന്നല്ലേ പറഞ്ഞത്? അതെ. അയാള് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ലേ? ഒന്ന് കാണാൻ പറ്റോ? അവരെന്താ ഉദ്ദേശം? ഒരു 2 മണിക്കൂറായി കാണുമല്ലോ മാഡം. ആ അതെ. ഇപ്പൊ എടുക്കാവേ. നോക്കിയോളൂ മാഡം. പരിചയമുള്ളതാണോ മാഡം? എന്താ മാഡം? ഒന്നുമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. അവൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുക. അവനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് കുഞ്ഞിനെ അറിയിക്കണം. വളരുന്ന എന്റെ കുഞ്ഞിന് ഒരു അച്ഛനുണ്ടെന്ന് അവൾക്ക് തോന്നണം. അതിനു വേണ്ടിയാ ആ ദുഷ്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഞാനിത് അനുവദിക്കില്ല. എന്തായി മോളെ? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാ ഞാൻ വന്നത്. കുഞ്ഞിന്റെ അടുത്ത് എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം. ഇനി ഉറങ്ങിക്കിടന്നാലും ശരി. അവൻ ഏതിലേക്ക് വരുമെന്ന് അറിയത്തില്ല. ആര്? അവൻ തന്നെ, ആ മനോഹർ. അവനാ കുഞ്ഞിനെ ടെക്സ്റ്റൈൽസിൽ വെച്ച് എടുത്തത്. അവൻ എടുക്കുക മാത്രമല്ല, കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയും ചോക്ലേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. അതെങ്ങനെ മോള് കണ്ടു? ഞാൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് പോയത് വേറെ എങ്ങോട്ടും അല്ല, ജയിലിലേക്കാ. അവിടെ ചെന്നപ്പോ അവിടെ കിടക്കുന്ന ആള് പറഞ്ഞു അവൻ പരോളിൽ ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ടെക്സ്റ്റൈൽസ് വരെ ഒന്ന് പോയി അവിടുത്തെ CCTV ഒക്കെ ചെക്ക് ചെയ്യുകയും ചെയ്തു. അവൻ നമ്മളെ ഫോളോ ചെയ്ത് വന്നതാ കുഞ്ഞിനെ കാണാനായിട്ട്. അവന്റെ കൈകൊണ്ട് എന്റെ കുഞ്ഞിനെ എടുത്തു എന്നറിഞ്ഞപ്പോ മുതല് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. ഇനി അവൻ വരും പരോള് തീരുന്നതിന് മുമ്പ്. അവനത് എന്തിന്റെ കേടാ? ആ കേട് ഞാൻ മാറ്റി കൊടുത്തോളാം. അവൻ ഇനി ജീവനോട് ജയിലിലേക്ക് തിരിച്ചു പോവില്ല. എന്റെ മോളുടെ പിന്നാലെ നടന്ന് ശല്യവും ചെയ്യില്ല. എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞിന്റെ മേലുള്ള അമ്മയുടെ ശ്രദ്ധ മാറരുത്. എന്റെ അമ്മയാണെങ്കിൽ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയത്. എങ്ങോട്ട് പോയാലും അമ്മയുടെ കൈ തന്നെ കുഞ്ഞും കാണും. ഇത് കുഞ്ഞിനെ കുറച്ച് എടുത്തു കഴിയുമ്പോ തന്നെ കൈ കഴിച്ചിട്ട് അതിനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കളയും. വീണ്ടും അത് തന്നെ പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തല്ലേ? കുറ്റപ്പെടുത്തിയേ പറ്റൂ. നമ്മൾ മുകളിലേക്ക് പോയപ്പോ അമ്മയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവൻ അവളെ എടുക്കുമായിരുന്നോ? അവനിത് ഏതിലെയാ വരുന്നത് അറിയില്ലല്ലോ മോളെ. അവൻ ഏതിലെയും വരും. ചിലപ്പോ ഈ വീടിനകത്തേക്കും വരും. എന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോകും. അതുകൊണ്ടാ കുഞ്ഞിന്റെ മേൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ. പക്ഷെ അവൻ വന്ന് കുഞ്ഞിനെ എടുത്തപ്പോ കുഞ്ഞിന് കരഞ്ഞത് പോലും ഇല്ലല്ലോ. കരയിക്കാതൊക്കെ എടുക്കാനുള്ള നമ്പറൊക്കെ അവന്റെ കയ്യിലുണ്ട്. അവനെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ മാത്രമല്ല കൊച്ചുകുട്ടികളുടെ മനസ്സ് കവരാനും പ്രത്യേകം എടുക്കാം. അത് മനസ്സിലാക്കിക്കോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ പോലെ ഒരുത്തനുമായി എന്റെ കുഞ്ഞിന് ബന്ധമുണ്ടെന്ന്. എന്റെ കുഞ്ഞ് അറിയാൻ പാടില്ലാന്ന്. അങ്ങനെ എന്റെ കൺമണി മോള് വളരാൻ പാടില്ല. അവൻ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ചെവിയിൽ ഓതി കൊടുക്കും അവനാണ് മോളുടെ അച്ഛനെന്ന്. അതൊക്കെ വലിയ അപകടമാണ്. ഈ ഒരു കാര്യത്തില് കിരണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്. അവനെ പോലെ ഒരുത്തനെ ഇനി ഒരു കാരണവശാലും സരയുവിനെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ അവന്റെ സ്നേഹം 100% സത്യസന്ധമാ. ആയിക്കോട്ടെ കല്യാണി, പക്ഷേ അവൻ അവളുടെ ജീവിതം തകർക്കല്ലേ ചെയ്തേ? അവൾ ആരുടെയെല്ലാം ജീവിതം തകർത്തു. അവള് മാത്രമാണോ? അവളുടെ അച്ഛനും അമ്മയും ഒക്കെ. മോളിപ്പോ സരയുവിനൊരു ജോലി കൊടുത്തു. അവളുടെ കുഞ്ഞിനെ അമ്മയെല്ലാം കിരണിന്റെ അച്ഛനും അമ്മയെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം സൗജന്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാവും. നിങ്ങളൊക്കെ മനോഹറിനോട് സ്നേഹം കാണിച്ച. ലക്ഷ്മിയമ്മയ്ക്ക് അറിയാലോ, ഹോസ്പിറ്റലിൽ മനോഹർ കിടന്ന സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയതാ കുഞ്ഞിനെ അവനെ ഒന്ന് കാണിക്കാൻ. ആ സമയത്ത് അതിന് കഴിഞ്ഞില്ല. ഭാഗ്യം കൊണ്ടാണ് അന്ന് സരയുവിനെ കാണാതിരുന്നത്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ മനോഹറിനെ സ്നേഹിക്കുന്ന എന്നെയും കിരണേട്ടനെയും ഒന്നും സരയുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നുവെച്ചാ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ അടക്കി പിടിക്കുന്ന സ്വഭാവ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് സരയുവിനോടും ഷാരിയാന്റെയോടും ഒന്നും ഞങ്ങൾ ദേഷ്യം കാണിക്കാത്തത്. അത് മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ഇപ്പൊ അച്ഛനെയും അമ്മൂമ്മയൊക്കെ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ തന്നെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞിനെ ഇപ്പോ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന മനോഹറിനോട് സിമ്പതി കാണിക്കാനല്ലാതെ അയാളെ വെറുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ വെറുക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം ഒരു കാരണവശാലും സരയു അറിയാൻ പാടില്ല. അവള് അവളുടെ നയം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജയിലിനകത്തിട്ട് അവളുടെ അച്ഛൻ മനോഹരനെ കൊല്ലാൻ നോക്കിയതല്ലേ? അന്ന് തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. എന്നിട്ടും പരോളിൽ ഇറങ്ങിയിട്ട്
സ്വന്തം കുഞ്ഞിന്റെ അടുത്തേക്ക് അയാൾ വന്നിട്ടുള്ളതെങ്കിൽ അയാൾ അത്രത്തോളം ആ കുഞ്ഞിനെ കാണണം ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ ഞാനും പറയുന്നത്. അവൻ എന്തായാലും ഇനി അതിനൊരു ശ്രമം നടത്തും. ആ ശ്രമത്തിനിടയിൽ മനോഹർ കൊല ചെയ്യപ്പെട്ടാലോ? സരിയും ഒരു കൊലയാളിയായാലോ? അവള് ജയിലിലേക്ക് പോവും. അവള് ജയിലിലേക്ക് പോയാലും അവളുടെ കുഞ്ഞും അമ്മമാരും സുരക്ഷിതരാണെന്ന് അവൾക്കറിയാം. പിന്നെന്ത് പേടിക്കാനാ? അത് തന്നെ അവള് പറയുന്നത്. അതുകൊണ്ട് അവളെ ഞാൻ പറഞ്ഞത് മനോഹരനെ കാണുമ്പോ സാഹസത്തിനൊന്ന് നിൽക്കണ്ടെന്ന് പറയണോന്ന്. എന്തിനാ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുന്നത്? സരയുനുള്ള ശിക്ഷ അവൾക്ക് കിട്ടി, മനോഹരനുള്ളത് അവനും കിട്ടി. ഇനിയിപ്പോ കാലം ഒരുപാട് ചെല്ലുമ്പോ സരയുവിന്റെ മനസ്സ് മാറുന്നെങ്കിൽ മാറട്ടെ. അതുവരെ അവളിൽ നിന്നും കുഞ്ഞിൽ നിന്നും മനോഹർ ഒഴിഞ്ഞു നിന്നേ പറ്റൂ. പോലീസ് എല്ലായിടത്തും തിരയാണ്. എസ് എൻ സ്ട്രീറ്റിൽ പോലീസ് അരിച്ചു പറക്കി പരിശോധിക്കുന്നു. സംശയം തോന്നിയവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കല്യാണത്തിന് അവനിവിടെ എത്തിയില്ലെങ്കിലും കല്യാണപ്പയ്യന്റെ വീട്ടിലോ പരിസരത്തോ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ചെക്കിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കല്യാണത്തിന്റെ ഇടയ്ക്ക് അതിന്റെ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ രീതിയിൽ സെർച്ച് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല സർ. എല്ലാവരുടെ ഉള്ളിലും ഒരു നേരിയ ഭയമുണ്ട്. കാരണം മുന്നിലൂടെ നടക്കുന്ന ശത്രുവല്ല അവൻ, പിന്നിലൂടെയാണല്ലോ അവന്റെ ആക്രമണം. എന്തായാലും കല്യാണത്തിന് അവന്റെ പ്രസൻസ് ഉണ്ടാവില്ലെന്ന് നമുക്ക് കരുതാം. ഓഡിറ്റോറിയത്തിന്റെ പരിസരത്തെല്ലാം പോലീസ് ഇടാൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ശരി. പോലീസുകാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും. കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വരുന്നോണ്ട് എല്ലാവരും അതിന്റെ പറയാ. എസ് എൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് അവിടെ ഒന്ന് അരിച്ചു പറക്കണം. അത് വേണറിയാ. പോലീസുകാർക്ക് എല്ലാ കേസും ഒരുപോലെ തന്നെയാ. പിന്നെ അവിടെ അളിയനും ചന്ദ്രസേനൻ സാറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുറച്ചെങ്കിലും ഒരു താല്പര്യം കാണിക്കും. എന്നാലും അത് 100% നമുക്ക് പറയാൻ പറ്റൂല. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കല്യാണപ്പയ്യൻ എന്തൊക്കെയായാലും കാർത്തികയെ കാണാനായിട്ട് വരും. ആ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രകാശേട്ടന്റെ കാര്യട്ടോ കഷ്ടം. മൂപ്പരെന്റെ രാവിലെ തന്നെ റോഡിന്റെ അറ്റത്ത് പോയിട്ട് കണ്ണിന്റെ ഇമ വെട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്താ വെച്ചാലേ ഒരു പ്രതിമ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കണ്. പെൺമക്കളുടെ നാശം ആഗ്രഹിച്ച് നടന്ന അച്ഛനെ ഇപ്പോ അതേ പെൺമക്കള് നശിക്കാതിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്നത്. എല്ലാ ദുഷ്ടന്മാർക്കും അങ്ങനെ ഒരു മാറ്റമുണ്ട്. മനോഹർ പോലും മാറി. പക്ഷെ ഈ പറയുന്ന ഗംഗാപ്രസാദ് മാത്രം അതിനൊക്കെ വിരുദ്ധമായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരിക്കലും നന്നാവില്ല. അവന് മാറ്റം ഉണ്ടായി വന്നാൽ അർഹതപ്പെട്ടതെല്ലാം അവന് കൊടുക്കും. പകുതി സ്വത്തും അവന് നൽകും. മുക്കാലും കൊടുക്കണമെങ്കിൽ അതും അവർ കൊടുക്കും. അവന്റെ അച്ഛന് അതൊന്നും ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും അതിന് മടിയുള്ള കൂട്ടത്തിലല്ല ലക്ഷ്മിയമ്മയും കാർത്തിയൊന്നും. പക്ഷെ അവൻ അതുപോരാ. അവന് മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങണം. എന്നിട്ട് അത് മുഴുവൻ നശിപ്പിക്കണം. ഇവനൊക്കെ എന്തിനാണാവോ ഇങ്ങനെ ജീവിക്കുന്നത്? അല്ലയാ നീ വാ. അത് മനോഹരല്ലേ? എന്താ സാറേ? ഒരു മിനിറ്റ്. മനോഹരേ, പരോള് കിട്ടി. ഇടയ്ക്ക് സരിയ അവളുടെ അമ്മയും കൂടെ ടെക്സ്റ്റൈൽസ് പോയപ്പോ കുഞ്ഞിനെ എടുത്ത് മാറ്റിയായിരുന്നല്ലേ? കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാ പുറത്തിറങ്ങിയത്. എന്തായാലും സരിയോ എടുത്തുള്ളപ്പോ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളെ പിന്തുടർന്ന് അവളുടെ അമ്മയുടെ കണ്ണ് തെറ്റിയപ്പോ കുഞ്ഞിനെ എടുത്തത്. വെറുതെ അവളുടെ കണ്ണിലൊന്നും പോയി പെടരുത്. അവള് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നടക്കുക. അറിയാം, കൊന്നാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല രതീഷ്. ഇത്രയധികം കുഞ്ഞിനെ സ്നേഹിക്കുന്ന നീ പിന്നെ എന്തിനാണ് തരികട പരിപാടിയൊക്കെ കാണിച്ച്? നിനക്ക് മുന്നിൽ ജീവിക്കാൻ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരു സമയത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. രതീഷിനില്ലായിരുന്ന ഒരു മോശം കാലഘട്ടം. ഇപ്പൊ നിങ്ങൾ മാറിയില്ലേ? എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാ. കല്യാണിയുടെ ശേഷിയുടെ കല്യാണം അറിയാം. അവിടെ ഒരുത്തൻ ഞാൻ പരോളിൽ പുറത്തിറങ്ങിയെന്നും എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആ കാർത്തിയുടെ ആങ്ങളില്ലേ, അവൻ പുറത്തിറങ്ങിയല്ലേ അവന്റെ അച്ഛൻ തന്നെ അവന്റെ കാല് തല്ലി ഓടിക്കും. ഇപ്പൊ ഞങ്ങളെല്ലാരും പേടിക്കുന്നത് വേറൊരുത്തനെയാ, ആ ഗംഗാപ്രസാദിനെ. പിന്നെ ഇവനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് വേലായുധൻ, വേലു. കാട്ടിലെ ജീവിക്കുന്നത് അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്. അവൻ കാട്ടിനകത്ത് കടന്നുകൂടി ഇവന്റെ മാമനെ കൊന്ന് ഇവന്റെ പെണ്ണിനെ സ്നേഹിച്ച് വശത്താക്കി വഞ്ചിക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് ഇതൊക്കെ പത്രത്തിലൂടെയും ടിവിയിലൂടെ ഒക്കെ കണ്ടായിരുന്നു. ഇയാളുടെ മാമനെയാണ് കൊന്നതല്ലേ? അതെ. അവ ഇനി കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർത്തികയുടെയും അവളുടെ അമ്മയ്ക്കെതിരെയാണ്. പക്ഷെ ഞങ്ങളാരും അവനെ ഭയക്കുന്നൊന്നുമില്ല. എല്ലാവരും അവനെ കൊല്ലാനുള്ള ആവേശത്തില. ഇവനും വന്നിരിക്കുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം അവൻ വരുവാണെങ്കിൽ അവനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. എന്നാ കേട്ടോ, ഉറപ്പായിട്ടും അവൻ ഈ കല്യാണത്തിന് വരും. ഈ കല്യാണം മുടക്കേണ്ടത് അവന്റെ ആവശ്യം. അങ്ങനെ വരുവാണെങ്കിൽ അവൻ മരിച്ചെന്ന് കൂട്ടിക്കോ സാറേ. കേട്ടോ പറഞ്ഞത്? എല്ലാവരും ആ ഒരു ചിന്തയിൽ തന്നെ കഴിയുന്നത്. പിന്നെ നിനക്ക് മരിക്കാതെ ജയിലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സരയുടെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കണം. കുഞ്ഞിനൊക്കെ കണ്ടില്ലേ, ഇനി വെറുതെ കാണണമെന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നു വേണ്ട. അത് പറ്റത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കണ്ടേ പറ്റത്തുള്ളൂ രതീഷ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവള് ജയിലിൽ പോകും, നിന്നെ കൊന്നിട്ട്. എനിക്കിപ്പോ അത്രേ പറയാനുള്ളൂ. ഓടാ പോ.